നാൽപ്പുരവാസികളോടും ധീരേ. കേരളത്തിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള വഞ്ചിപ്പാട്ടുകൾ. ഒന്ന് ആറന്മുള ശൈലിയിലുള്ള വഞ്ചിപ്പാട്ടുമുണ്ട്, രണ്ട് കുട്ടനാട് ശൈലിയിലുള്ള വഞ്ചിപ്പാട്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഈ പലപ്പോഴും പല ക്ലയൻറ്റുകൾ വിളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് വള്ളപ്പാട്ടിനെ പറ്റി എന്നോട് ചോദിക്കാറ്. കാരണം നമ്മൾ ഈ പയ്യനെ സ്വീകരിക്കുന്ന സമയത്ത് വള്ളപ്പാട്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പല നാട്ടിലുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട് നിങ്ങളുടെ പത്തനംതിട്ടയിലെ വള്ളപ്പാട്ടിനെ പറ്റി ചോദിക്കാറ്. അപ്പം ഇന്ന് അതുകൊണ്ട് വള്ളപ്പാട്ടിനെ പറ്റി ആധികാരികമായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ വിനീത് ഏട്ടൻ, അത് മാലക്കര വിനീത് ഏട്ടനെയാണ് ഞാൻ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പം വിനീത് ഏട്ടൻ അത്യാവശ്യം നമ്മുടെ പ്രോഗ്രാമിലെല്ലാം വള്ളപ്പാട്ട് കാര്യങ്ങളെല്ലാം പാടാൻ വേണ്ടി വരുന്ന ഒരാളാണ്. അപ്പം വിനീത് ഏട്ടനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു ആശാനാണ്, അവിടുത്തെ പള്ളിയോടെ കളരിയിലെ അല്ലേ അവിടുത്തെ ഒരു ആശാനാണ്. അപ്പോൾ അതുപോലെ ചേട്ടനെ പറ്റി പറയൂ, എന്തൊക്കെയാണ്? എൻ്റെ പേര് വിനീത് എന്നാണ്. മാലക്കര പള്ളിയോടത്തിൻ്റെ ഒന്നാം പാട്ടുകാരനാണ്. അതുകൂടാതെ ആറന്മുള പള്ളിയോട സേവാ സംഘം, ഈ പറയുന്ന ആറന്മുളയിലെ ഈ പള്ളിയോടങ്ങളുടെ എല്ലാം ഒരു കൂട്ടായ്മയാണ് പള്ളിയോട സേവാ സംഘം എന്ന് പറയുന്നത്. ഈ പള്ളിയോട സേവാ സംഘം എല്ലാ വർഷവും നടത്തുന്ന വഞ്ചിപ്പാട്ട് കളരിയിലെ ആശാനാണ്. അതുകൂടാതെ കേരള ഗവൺമെൻറ്റിൻ്റെ വഞ്ചിപ്പാട്ടിനുള്ള വജ്രജൂബിലി ഫെലോഷിപ്പ് അവാർഡ് നേടിയിട്ടുണ്ട്. ധാരാളം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, ധാരാളം സ്കൂളുകൾ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ വഞ്ചിപ്പാടിൻ്റെ ഡെമോൺസ്ട്രേഷൻ പല വേദികളിലും കേരളത്തിനകത്തും പുറത്തുമായിട്ട് നിരവധി വേദികളിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ചേട്ടാ, ഈ ഞാനായാലും പല ക്ലയൻറ്റ് അടുത്ത് പോകുമ്പോഴും അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ വള്ളപ്പാട്ട്, പയ്യനെ സ്വീകരിക്കുമ്പോൾ വള്ളപ്പാട്ട് വരും. പക്ഷെ ഇതിനെപ്പറ്റി ഒരു കാര്യവും അറിയാതെ ആയിരിക്കും ചിലപ്പോൾ അവർ ചോദിക്കുന്നത്. അപ്പം ഈ വള്ളപ്പാട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വള്ളപ്പാട്ട് എന്നല്ല ഇതിന് പറയാറുള്ളത്, വഞ്ചിപ്പാട്ട് എന്നാണ്. പാടുന്നത് കൊണ്ട് വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ കേരളത്തിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള വഞ്ചിപ്പാട്ടുകൾ. ഒന്ന് ആറന്മുള ശൈലിയിലുള്ള വഞ്ചിപ്പാട്ടുമുണ്ട്, രണ്ട് കുട്ടനാട് ശൈലിയിലുള്ള വഞ്ചിപ്പാട്ടും. ആറന്മുള ശൈലിയിലുള്ള വഞ്ചിപ്പാട്ട് രണ്ടും നദോന്നത അർത്ഥത്തിലാണ്. പക്ഷേ ആറന്മുള ശൈലിയിൽ പതിഞ്ഞ താളത്തിൽ പാടുമ്പോൾ കുട്ടനാട് ശൈലിയിൽ അത് തീർച്ചയായിട്ടും ആവേശത്തിനും അതോടൊപ്പം തന്നെ ദ്രുതതാളത്തിൽ കൂടുതൽ അവിടെ വള്ളം കൂടുതൽ വേഗത്തിൽ പോകാനുള്ള തരത്തിലാണ് അത് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആറന്മുളയിലെ ശൈലി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ആചാരത്തിനും അനുഷ്ഠാനത്തിനും ഭഗവാനോടുള്ള ഭക്തിക്കും പ്രാധാന്യം കൊടുത്താണ് നമ്മളവിടെ വഞ്ചിപ്പാട്ട് പാടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പതിഞ്ഞ താളമായിരിക്കും, കേൾക്കുന്നവർക്ക് ഇമ്പം ഉണ്ടാകണം, ഭക്തി ഉണ്ടാകണം എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. പക്ഷേ കുട്ടനാട്ടിലോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. ഇപ്പോൾ അവിടെ ഈ വള്ളങ്ങൾക്ക് പറയുന്ന പേരുകൾക്ക് പോലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ആറന്മുളയിൽ ഈ രണ്ടും ഒരേ തരത്തിലിരിക്കുന്ന വള്ളമാണ്. അമരത്തിന് ഒരു കുറച്ച് പൊക്കക്കുറവുണ്ടെന്നേ ഉള്ളൂ കുട്ടനാട്ടിൽ. പക്ഷേ ആറന്മുളയിൽ ഇതിന് പറയുന്നത് പള്ളിയോടം എന്നാണ്. അതായത് ഭഗവാന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഇതിന് പള്ളിയോടം എന്ന് പറയുന്നു. ഇവിടെ എല്ലാവരും കുളിച്ച് പള്ളിയോടത്തിൽ കയറുന്നതിന് മുമ്പ് തൊട്ട് തൊഴുത് അവർ ഭക്തിയോട് കൂടിയാണ് കയറുന്നത്. പക്ഷേ കുട്ടനാട്ടിൽ അത്തരത്തിലുള്ളതൊന്നുമില്ല. അവർ തീർച്ചയായിട്ടും ഇതൊരു മത്സരമായിട്ട് മാത്രമാണ് ഇതിനെ കാണുന്നത്. അപ്പൊ അതിന്റെ തന്നെ ഒരു വലിയ വ്യത്യാസമുണ്ട്. ആറന്മുളയിൽ ഇത് പൂർണ്ണമായിട്ടും തിരുവാറന്മുളയപ്പനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, ഭഗവാന്റെ ആചാരവുമായും അനുഷ്ഠാനവുമായും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതിനൊരു കഥ തന്നെയുണ്ട്. കഥ പറയാനുള്ള സാമീപ്യമുണ്ടോന്ന് എനിക്കറിയില്ല. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു, മങ്ങാട്ടില്ലം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. എല്ലാ തിരുവോണ നാളിലും അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കാലുകഴിച്ചൂട്ടും കുട്ടികൾക്കുള്ള പേച്ചൂർ സദ്യയൊക്കെ നടത്തിയിരുന്നു. ഒരു വർഷം അത് നടത്താൻ ആരും ചെല്ലാതെ ഇരുന്നപ്പോൾ അദ്ദേഹം വിഷമിച്ച് അവിടെ ഇരിക്കുകയും അദ്ദേഹം തിരുവാറന്മുളയപ്പന്റെ വലിയ ഭക്തനായിരുന്നു. ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയും എന്തെങ്കിലും ആരെങ്കിലും അത് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കഴിക്കൂ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ആ പൂജാമുറിയിലിരുന്നു. ഈ സമയത്ത് ഒരു ബ്രാഹ്മണ ബാലനോട് എത്തുകയും ആ കുട്ടിയെ സ്വീകരിച്ച് ആ കുട്ടിക്ക് സദ്യ കൊടുത്ത് തിരിച്ചുവിടുകയും ചെയ്തു. പോകാൻ നേരത്ത് ഈ മങ്ങാട്ട് ഭട്ടതിരിപ്പാട് പറഞ്ഞു, അടുത്ത വർഷവും അങ്ങ് വന്ന് ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞു, അന്ന് ഈ കുട്ടികളെ ഈ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ ഈ കൊച്ചുകുട്ടികളെ ഇപ്പോൾ നമ്മൾ എഴുത്തിന് ഇരുത്തുമായിരുന്നു. പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഇവരെ പൂണൂരൊടിച്ച് കഴിഞ്ഞിട്ട് ഒരു വർഷം ഇവരെ ദേശാടനത്തിനായിട്ട് കുട്ടികളെ വിടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ദേശാടനത്തിനായിട്ട് വന്നൊരു കുട്ടിയായിരുന്നു ഇത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് തിരിച്ചിങ്ങോട്ട് വരാനുള്ള വഴി അറിയില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു. പക്ഷേ വീണ്ടും അദ്ദേഹം കുറേ നിർബന്ധിച്ചപ്പോൾ അടുത്ത വർഷവും അങ്ങയുടെ സദ്യ വന്ന് സ്വീകരിച്ചോളാം, അങ്ങയുടെ വഴിപാട് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി പോകുന്നു. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു. വീണ്ടും ചിങ്ങമാസമാകുന്നു. തിരുവോണമാകുമ്പോൾ വീണ്ടും ഈ ഭട്ടതിരിപ്പാടിന് ആദിയാകുന്നു. ഈ പ്രാവശ്യം എൻ്റെ ഈ വഴിപാട് നടക്കുമോ? നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന വഴിപാടാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് അത് മുടങ്ങിപ്പോയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതൊരു അപഖ്യാതിയാണ്.
അപ്പൊ ഇങ്ങനെ വിഷമിച്ചിരുന്ന് ഇദ്ദേഹം ഉറങ്ങുമ്പോൾ രാത്രി ഒരു സ്വപ്നദർശനം വരികയാണ്. ഈ പ്രാവശ്യം ഞാൻ അങ്ങോട്ട് വരില്ല, പകരം ഇങ്ങോട്ട് വന്ന് എനിക്ക് സദ്യ തരണം. അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. രാവിലെ ഇദ്ദേഹം ഒരു ജ്യോതിഷനെ കണ്ടു. അദ്ദേഹം പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കഴിഞ്ഞ വർഷം ഇദ്ദേഹത്തിന്റെ വിഷമം കണ്ട് അവിടേക്ക് വന്നത് തിരുവാറന്മുളപ്പനായിരുന്നു. പക്ഷേ തിരുവോണനാളിൽ ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് വരാൻ താല്പര്യമില്ല. കാരണം അദ്ദേഹത്തിനെ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് അന്നാണ് തിരുവാറന്മുളയിൽ. അപ്പൊ ഭഗവാന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമായിട്ട് പോരാ, അദ്ദേഹത്തിന്റെ ധാരാളം ആശ്രിതരുണ്ട് അവിടെ. ഇവർക്കെല്ലാവർക്കും അവിടെ വന്ന് സദ്യ വെച്ച് കൊടുക്കണം എന്നുള്ളതാണ്. ഇത് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. അങ്ങനെ അവിടെയുള്ള 18 നായർ കുടുംബങ്ങളെ കൂട്ടി ഉത്രാട നാളില് ഒരു, ഞാൻ വേഗത്തിൽ പറഞ്ഞത് സമയമില്ല, ഉത്രാട നാളില് ഒരു വള്ളത്തില് ധാരാളം പേർക്ക് കഴിക്കാൻ ആവശ്യമായ പലചരക്ക് സാധനങ്ങളും അരിയുമെല്ലാമായിട്ട് ഇവർ അവിടെ തിരിക്കുകയും തിരുവോണ നാളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇങ്ങനെ ഭഗവാനുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്ന വള്ളമായതുകൊണ്ട് ഇതിനെ ആരും വള്ളം എന്ന് വിളിച്ചില്ല, തോണി എന്ന് വിളിച്ചു. തിരുവോണ നാളിൽ രാവിലെ അടുക്കുന്നതുകൊണ്ട് ഇതിന് തിരുവോണ തോണി എന്ന് പറയാൻ തുടങ്ങി. ഇതെല്ലാ വർഷവും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഒരു പ്രാവശ്യം ഇതിനെ കാട്ടുകള്ളന്മാർ ആക്രമിച്ചു. അപ്പോൾ അവിടെയുള്ള മറ്റുള്ള കരക്കാർ, ദേശദേവനാണ് തിരുവാറന്മുളയപ്പൻ. അപ്പോൾ ഭഗവാന്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ ദേശങ്ങളും ധാരാളം കരകൾക്ക് അവകാശമുണ്ട്. ഈ കരകളിലുള്ള ആൾക്കാരെല്ലാം കെട്ടുവള്ളങ്ങളിൽ ഈ തിരുവോണത്തോണിയെ സംരക്ഷിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ പോകുന്നു. ഈ സമയത്താണ് റാന്നിയിലെ മുണ്ടപ്പുഴ തച്ചന്മാർ ആദ്യമായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള പള്ളിയോടം രൂപകൽപ്പന ചെയ്യുന്നത്. ഈ പള്ളിയോടത്തിൽ ഏകദേശം 80, 90, 100, 110 പേര് കയറും. ഇവർ ഒരുമിച്ച് തുഴഞ്ഞെങ്കിൽ മാത്രമേ ഈ പള്ളിയോടം മുന്നോട്ട് പോകുകയുള്ളൂ. അപ്പൊ ആദ്യകാലത്ത് കയ്യടിയായിരുന്നു, പിന്നീട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളായി. ഇതാണ് ഇന്ന് വഞ്ചിപ്പാട്ട് എന്നറിയുന്നത്. പക്ഷെ വഞ്ചിപ്പാട്ട് എന്ന് പറയുമ്പോഴും ഇതിനകത്ത് പാടുന്ന ഓരോ, ഇപ്പോൾ ഒന്ന് ഭീഷ്മപർവ്വം എന്ന് പറയും, 2 സന്താനങ്ങളും, ഇതൊന്നും പാട്ട് എന്നല്ല പറയുന്നത്, കഥകൾ എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഓരോ കഥകൾ, ഭഗവാനെ കുറിച്ചുള്ള കഥകൾ. ആ പള്ളിയോടത്തിൽ തുഴയുന്നവർക്ക് അവർക്ക് മുഷിപ്പില്ലാതെ ഭഗവാനെ ഓർത്ത് ഭഗവാന്റെ കഥകൾ കേട്ട്, അതുകൊണ്ടാണ് ആ വരികൾ പോലും നമുക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അർജുന സാരഥിയായി എന്ന് പറഞ്ഞ വഴി, അപ്പൊ ഈ നമുക്ക് കേൾക്കുന്ന ഒരാൾക്ക് ആ വരി കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ആ വരികൾ പാടുമ്പോൾ ആ വരികളിലെ കഥകൾ കേൾക്കുന്ന ശ്രോതാവിന് മനസ്സിലാക്കും. ഇതാണ് വഞ്ചിപ്പാട്ടിലെ പ്രധാന നിയമം. അങ്ങനെ വേണം പതിച്ചു പാടാനെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആശാന്മാര് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള ഭഗവാന്റെ സ്തുതികളും ഭഗവാന്റെ ലീലാവിലാസങ്ങളും അതോടൊപ്പം തന്നെ വർണ്ണനകളും, ആ വർണ്ണനകളിലെ ചില ഭാഗങ്ങൾ, ഇപ്പൊ ഉഷാചരിതം ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളുണ്ട്. അപ്പൊ അതിന് പാഞ്ചാലീകരണം ഇങ്ങനെയുള്ള ധാരാളം, ആ കഥകളിലെ ചില വരികൾ എടുത്തിട്ടാണ് നമ്മൾ സന്ദർഭോചിതമായിട്ട്, അത് ഒന്നാം പാട്ട് പാടുന്ന ആളുടെ മനോധർമ്മമാണ്, സന്ദർഭോചിതമായിട്ട് നമ്മൾ ഈ പറയുന്ന കല്യാണങ്ങൾക്ക് ഉപയോഗിക്കാറ്. ഈ വരനെ സ്വീകരിക്കുമ്പോൾ ഇന്നതേ പാടാവൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ അതിന് എന്തെങ്കിലും പ്രത്യേകം? നമ്മൾ വരനെ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിഥി ദേവോ ഭവ എന്നുള്ളതാണ് മലയാളികളുടെ ആപ്തവാക്യം. അപ്പോ പെൺവീട്ടുകാരാണ് ഈ കല്യാണം നടത്തുക. അപ്പൊ അവരുടെ അതിഥികളാണ് വരന്റെ വീട്ടുകാരും വരനും. അപ്പോൾ നമ്മുടെ വീട്ടിൽ പോലും ഒരാൾ വരുമ്പോൾ നമുക്ക് അവരെ പലതരത്തിൽ സ്വീകരിക്കാം. ഇപ്പൊ പറഞ്ഞ കയറി വന്നാട്ടെ എന്ന് പറഞ്ഞ് സ്വീകരിക്കാം. വരൂ, വന്നിട്ട് ഇരിക്കൂ എന്ന് നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിച്ച് സ്വീകരിക്കാം. ഇത് രണ്ടും 2 എഫക്റ്റാ ചെയ്യും. അപ്പൊ വെറുതെ അവരെ സ്വീകരിക്കാതെ നമ്മൾ താലപ്പൊലിയും ഈ പറയുന്ന വള്ളപ്പാട്ടും ഈ പറയുന്ന ചെണ്ടമേളോ വെക്കിലോട്ട് സ്വീകരിക്കുമ്പോൾ അവർക്കും കൊള്ളാം, നന്നായിട്ട് അവർ നമ്മളെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. ഈ കല്യാണം എന്ന് പറയുന്നത് തന്നെ വിവാഹം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ കാണിക്കുന്ന ആർഭാടത്തെക്കാൾ ഉപരി ഒരു ദൈവാധീനത്തിന്റെയും അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയുടെയും കൂടി ഒരു സംയോജനം. അവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും നമ്മൾ വിളിച്ചിരിക്കുന്നത് കല്യാണം കാണാനല്ല, മറിച്ച് ഈ പറയുന്ന വരനെയും വധുവിനെയും ആശീർവദിക്കാൻ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കുന്നത് ഈ വഞ്ചിപ്പാട്ടാണ്. ഇപ്പം ഈ പലപ്പോഴും ആണെന്നുണ്ടെങ്കിലേ നമ്മൾ പല കല്യാണങ്ങൾക്കും വിളിക്കുമ്പോൾ അല്ലെ പല സ്ഥലത്തു നിന്ന്, ഇപ്പൊ പത്തനംതിട്ട ഉള്ളവർക്ക് വള്ളപ്പാട്ടിനെ പറ്റി അല്ലെ വഞ്ചിപ്പാട്ടിനെ പറ്റി നന്നായിട്ട് അറിയാം. പക്ഷെ ഈ വെളിയിൽ നിന്നുള്ള എറണാകുളത്തുനിന്നും അല്ലെ തൃശ്ശൂർ നിന്നൊക്കെ ആൾക്കാർ പലരെയും ഇവിടെ വിളിച്ചിട്ട് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ പോയി പാടുന്ന അങ്ങനെ ഒരു പ്രശ്നം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നാട്ടില് പാട്ടറിയാം എന്നുള്ളതിന്റെ പേരിൽ അങ്ങനെ പാടുന്നവരുണ്ട്. പക്ഷെ അത് ശരിക്കും അങ്ങനെ തന്നെയാണോ പാടേണ്ടതെന്ന് പോലും പലരും എന്നെ വിളിച്ചു ചോദിച്ചിട്ട്, ഇത് തന്നെയാണോ അതിന്റെ വരികൾ അല്ലെങ്കിൽ ഇങ്ങനെയാണോ പാടേണ്ടതെന്ന് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി അല്ലെ അതിന് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ലൈനുകൾ ഉണ്ടോ, അല്ലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സാധാരണ രീതിയിൽ ഇതിന് പാടുന്ന കുറച്ച് വരികളുണ്ട്. നമ്മൾ തന്നെ ഇപ്പൊ ഞാനിപ്പോ പാടുവാണെങ്കിൽ ഞാൻ പാടുന്ന കുറച്ച് വരികൾ, ഇങ്ങനെ ഓരോ ടീമിന്റെയും അതിന്റെ ഒന്നാം പാട്ട് പാടുന്ന പറഞ്ഞല്ലോ മനോധർമ്മമാണ് ഇതിനകത്ത്. രാഹുൽ എന്നോട് സംസാരിക്കുമ്പോൾ എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ രാഹുലിന്റെ മനോധർമ്മത്തിനനുസരിച്ച് ചോദിക്കും. എന്നാൽ വേറൊരാളുടെ ഇതേ സ്റ്റൈലായിരിക്കത്തില്ല ചോദ്യം. അപ്പൊ ഈ പാട്ട് പാടുന്ന ആളുടെ അല്ലെങ്കിൽ ഒന്നാം പാട്ട് പാടിക്കൊടുക്കുന്ന ആളുടെ മനോധർമ്മം ഒരു വലിയ ഘടകം. അപ്പം അതിനനുസരിച്ച് വരികൾ മാറും. പിന്നെ ഇതിന്റെ ഒരു ദൂരം ഒരു പ്രശ്നം.
കാരണം ഇപ്പോൾ നമുക്ക് നല്ല ലെന്തിലാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ നമുക്ക് ധാരാളം വരികൾ പാടാൻ പറ്റും. പക്ഷെ ഒരു ചെറിയ ഗ്യാപ്പിലാണ് സ്വീകരിക്കുന്നതെങ്കിൽ നമുക്ക് അത്രയും വരികൾ പാടാൻ പറ്റില്ല. പക്ഷെ സാധാരണ രീതിയിൽ പാടുമ്പോൾ നമ്മളിപ്പോൾ ആദ്യം തുടങ്ങുന്നത് തന്നെ ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി. അപ്പോൾ ഈ മുമ്പേ പറഞ്ഞതുപോലെ ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ അവർ ഞെട്ടു, ഇതെന്തോ സംഭവം അവർക്കറിയില്ലല്ലോ. പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ഏരിയയിലുള്ളവർക്ക് അറിയാം, ആലപ്പുഴ ജില്ലയിലുള്ളവർക്ക് അറിയാം. പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് പോകും ചിലപ്പോൾ കോട്ടയംകാർക്കും അറിയാം, മലപ്പുറംകാർക്കോ പാലക്കാടുകാർക്കോ ഒന്നും ഇതറിയണമെന്നില്ല, അവർ ചിലപ്പോൾ ഒന്ന് ഞെട്ടും. പക്ഷേ ഈ വിളിക്കുന്നത് ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇതെന്തോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ വരി വരുന്നത് നൽപുരവാസികളോടും നാനാവാദ്യ ഘോഷത്തിൽ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാളം അറിയാവുന്ന ആർക്കും ഈ വരികൾ മനസ്സിലാകും. ആദ്യത്തെ ഒരു വരിക്ക് അവർ അന്തം വിട്ട് നിന്നാലും അടുത്ത വരി തൊട്ട് അവരിത് ആസ്വദിക്കും. അപ്പൊ ഈ ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വിവാഹത്തിന് വരുന്ന ആൾക്കാർ പല മാനസികാവസ്ഥയിലായിരിക്കും വരും. നമ്മളിപ്പോൾ ഈ പറയുന്ന മേളം വെച്ചിരിക്കുന്നതൊക്കെ അതിൻ്റെ പിന്നിലുള്ള ഒരു സൈക്കോളജി ഇതാണ്. അപ്പോൾ അവിടെ ഇവരിത് ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ ക്രമേണ ഇതിന്റെ താളത്തിലേക്ക് അവരുടെ മനസ്സുണ്ട്. അപ്പൊ അവരും ഇതിന്റെ കൂടെ തന്നെ യാത്ര ചെയ്യും. അപ്പൊ നമ്മളുടെ പടം സുന്ദരാംഗൻ സുകുമാരൻ സുന്ദരിമാർക്കൊരു കാമൻ സുന്ദരത്തൻ കണ്ടാൽ കണ്ണിന് അമൃതായുള്ളൂ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നമ്മൾ സ്വീകരിക്കുന്ന വരനെ സ്തുതിച്ചോണ്ട് അല്ലെങ്കിൽ വരനെ പൂഴ്ത്തിക്കൊണ്ടുള്ള വരിക. അപ്പൊ അത് കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷം. അത് കഴിഞ്ഞാൽ അവൾക്ക് തുല്യമായുള്ള ഒരു അങ്കനവാരില്ല വാരിൽ നിനക്ക് അവൾ അവൾക്ക് നീ എങ്കിലേ ചേരും എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നത് സാധാരണ പെൺവീട്ടുകാരാണെന്നല്ല, അപ്പൊ അവർക്കും ഒരു സന്തോഷം. ഇങ്ങനെ പാടി കുറച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും കുറെ വരികൾ ഇവർക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ്, അവർ ബുദ്ധിമാനാണ് ബുദ്ധിമതിയാണോണ്ട് ഇവർക്ക് ഇന്ദ്രൻ ഇന്ദ്രാടിക്ക് ചേരും, ഇന്ദ്രക്ക് അച്യുതൻ ചേരും, ചന്ദ്രചൂടൻ ഭഗവാനും ഉമ്മയും ചേരും. അതായത് ഇവർക്കൊക്കെ ചേരുന്നത് പോലെ തന്നെ നിനക്ക് പറ്റിയ ആളാണ് നിനക്ക് വധുവായിട്ട് വരാൻ പോകുന്നത്, അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ അവളെ ചെന്ന് കല്യാണം കഴിക്കണം. ഇതാണ് വരികൾ. എന്നിട്ട് മിക്കവാറും ഏറ്റവും അവസാനം പാടി നിർത്തുക ദൈവമേ സച്ചിദാനന്ദ പാടും. അതിന് മുമ്പായിട്ട് ഈ പറയുന്ന സ്തുതിപ്പ് പാടാറ്. അതായത് നാളിൽ നാളിൽ സുഖിച്ചതി മോദമോടെ വസിച്ചാലും നാളിക ലോചനൻ തന്റെ നാമമാണ്. ഇതാണ് ഇതിനകത്തെ കീ വരി. ഈ ഇത്രയും നേരം നമ്മുടെ കൂടെ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും ഈ വരി കേൾക്കുമ്പോൾ നാളിൽ നാളിൽ സുഖിച്ചതി മോദമോടെ വസിച്ചാലും നാളിക ലോചനൻ തന്റെ നാമമാഹാത്മ്യാണെന്ന് പാടുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടുണ്ട് ഇവരെല്ലാം മിക്കവാറും ആൾക്കാർ നെഞ്ചിലൊന്ന് കൈവെക്കും. അതിന്റെ അർത്ഥം അവരും നമ്മളോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട് ഇവർക്ക് നന്നായി വരണം, അല്ലെങ്കിൽ ഇവരെ നന്നായിട്ട് വരണം, ഇവരുടെ ജീവിതം സുഖമായിട്ട് വരണം. ഈ ഒരു പ്രാർത്ഥന എങ്ങനെ നടക്കണേ. എല്ലാവരുടെയും ശ്രദ്ധ എന്ന് പറഞ്ഞാൽ താലി കെട്ട് കഴിഞ്ഞാൽ നേരെ സദ്യക്ക് പോകുന്നു, ഫോട്ടോ അതിന് മുമ്പ് പട്ടിയാലൊരു ഫോട്ടോ എടുക്കുന്നു, തിരക്കാണെങ്കിൽ അങ്ങോട്ടും പോകാറില്ല, അവർ നേരെ തിരിച്ചു പോകുന്നു. പക്ഷെ ഈ ഒരു പ്രാർത്ഥനയാണ് ഈ പറയുന്ന വരന്റെയും വധുവിന്റെയും ജീവിതത്തിൽ അങ്ങോളം മുന്നോട്ട് വേണ്ടത്. അത് ഈ വഞ്ചിപ്പാട്ടിലൂടെ സംഭവിക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ സൈക്കോളജി. ഈ നമ്മുടെ ഇത് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ ഒരു 2 വരിയായിട്ടും പാടാവുന്നത്. ഇതിപ്പോ നമ്മൾ തുടങ്ങുന്നത് തന്നെ ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എവിടെയും പാടുമ്പോൾ തുടങ്ങുക ഇങ്ങനെയുള്ള പരിപാടികൾ. ഇപ്പൊ അതല്ല അതിപ്പോ സന്ദർഭമായിട്ട് ഇപ്പോ വരനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ പാടുന്ന വരികളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വിശിഷ്ടാതിഥികളെ സ്വീകരിക്കുമ്പോൾ പാടുന്ന വരികളുണ്ട്. ഓരോന്നിനും ഓരോ സന്ദർഭത്തിലുണ്ട്. ഇപ്പോൾ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ തിരുവാറൻ മൂളയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. ആ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള വരികളാണ്. ഇങ്ങനെയുള്ള ധാരാളം വരികളുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇപ്പോൾ ഒരു വരനെ സ്വീകരിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ആദ്യം പാടുക നൽപുരവാസികളോടും ധീരൈ തകതീതോ നൽപുരവാസികളോടും തത്താതിത്തൈ നൽപുരവാസികളോടും നാനാവാദ്യഘോഷത്തോടും നൽപുരവാസികളോടും നാനാവാദ്യഘോഷത്തോടും നൽപുരവാസികളോടും നാനാവാദ്യഘോഷത്തോടും തൈതൈത്തകതീതകതോ തീയതിത്തോ തീയോ തീകിതോ. ഇത് ഒരു വരിയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു വരിക്ക് തന്നെ നമുക്ക് ഇത്രയും സമയം എടുക്കും. അപ്പൊ ഇതിന് നമ്മൾ ഈ കൈ അടിക്കുമ്പോൾ പാട്ട് പാടാൻ അറിയാത്തവരാണെങ്കിലും അവർ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ അടിക്കും. അപ്പൊ എങ്ങനെ വന്നാലും ഒന്നാമത്തെ വരി കഴിഞ്ഞ് രണ്ടാമത്തെ വരി ആകുമ്പോഴേക്കും നമ്മൾ മുകളിലെത്താറുണ്ട്. അവിടെ തൊട്ട് അവിടെ ഇരിക്കുന്നതിന് മുഴുവൻ പതി. കാരണം ഒന്നാമത് ഇത്രയും ശബ്ദത്തിലാണ് പാടുന്നത്, 2 ഈ കൈയടിയാണ്. പാട്ട് പാടാൻ പറ്റിയില്ലെങ്കിലും അവരൊക്കെ കൈയടിക്കാറുണ്ട്. അപ്പൊ എങ്ങനെ പോയാലും ഇതിന്റെ കൂടെ അവരുടെ മനസ്സും വരും. അതാണ് ഇതിന്റെ ടെക്നോളജി. പിന്നെ ഇത് ഓരോ സ്ഥലത്തും പാടുന്നതിന് ഓരോ വരികളുണ്ട്. ഇപ്പോ അതല്ലാതെ ഉദ്ഘാടനത്തിനൊക്കെ ആണെങ്കിൽ ഒരു വിശുദ്ധാതിഥി ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ആറന്മുളയുടെ സംസ്കാരമാണ്. ആറന്മുളയിൽ എവിടെ കല്യാണം നടന്നാലും പെൺവീട്ടുകാര് ഏതെങ്കിലും കരയുടെ ആൾക്കാരായിരിക്കില്ല. അപ്പൊ ആ കരക്കാര് മറ്റുള്ള കരക്കാരെ സ്വീകരിക്കുന്ന പാട്ടുപാടി. ഇപ്പൊ ഇതിനകത്ത് ഈ നൽപുരവാസികളോടും നാനോവാദി ഘോഷത്തോടും കെൽപ്പോട് അഷ്ടമംഗലാദി സാകല്യത്തിൽ എന്ന് പറഞ്ഞാൽ അഷ്ടമംഗല്യം അടക്കമുള്ള
എല്ലാവിധ ബഹുമാനത്തോടും കൂടി ചെന്നിട്ട് അവരെ സ്വീകരിച്ചു എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്രയും ബഹുമാനം അവർ കൊടുക്കുന്നുണ്ട്. അതിഥി ദേവോഭവ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് അവരെ ഏറ്റവും വിശിഷ്ടരായിട്ട് നമ്മുടെ ഈ ഒരു വിവാഹം നടക്കുന്ന പന്തലിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംസ്കാരമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ആറന്മുളമ്പലത്തിൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ ഇതുപോലെ നമ്മൾ പാട്ടുപാടി സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം. അല്ലല്ല, 52 കരകളില് പള്ളിയോടങ്ങളുണ്ട്. ഈ 52 കരകളിലും ഏത് കരകളിൽ ഈ പറയുന്ന കല്യാണം നടന്നാലും പെൺവീട്ടുകാർ ഈ 52 കരകളിൽ ഏതെങ്കിലും കരകളിൽ പെട്ടതാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വള്ളപ്പാട്ട് വഞ്ചിപ്പാട്ട് പാടി. കാരണം അത് അവരുടെ ഒരു അഭിമാനത്തിന്റെ ഭാഗം കൂടെ. പെൺവീട്ടുകാരത് പാടിച്ചിരിക്കുക. അവരവിടുത്തെ കരയോഗമായിട്ടോ അല്ലെങ്കിൽ പള്ളിയോടമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരോട് പറയും വഞ്ചിപ്പാട്ട് പാടിയല്ലേ ചെയ്തിരിക്കും. ഇപ്പോ ഞങ്ങളുടെ അവിടേക്കെന്ന് പറഞ്ഞാൽ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വരുന്നവര് കല്യാണം ഉറപ്പിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് കല്യാണത്തിന് വള്ളപ്പാട്ട് കാണത്തില്ലേ എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് ഇത് അങ്ങനെ കേൾക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അതവിടെ ഒരു എന്താ പറയുന്നത് ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അതിപ്പോ കണ്ടിട്ട് ബാക്കിയുള്ളവർ ഇപ്പൊ അവിടെ വന്നിരിക്കുമ്പോൾ ഈ പറയുന്ന കല്യാണം കഴിക്കാനും പിന്നീട് കല്യാണം കഴിക്കാൻ പോകുന്ന ഈ പറയുന്ന പെണ്ണിന്റെ ആയാലും ചെറുക്കൻ്റെ ആയാലും അച്ഛനും അമ്മയും അവിടെ ഉണ്ടല്ലോ, അവർക്ക് അപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട്. അത് കണ്ടിട്ടാണ് അവരുടെ മക്കളുടെ വിവാഹത്തിന് ഈ വള്ളപ്പഞ്ചിപ്പാട്ട് വേണം എന്ന് പറഞ്ഞിട്ട് അവര് വരും. ഇപ്പൊ മിനിഞ്ഞാന്ന് ഞങ്ങൾ പോയിരുന്ന ഗുരുവായൂരാണ്. അവര് മലപ്പുറംകാരാണ്. അവരിവിടെ എവിടെയോ ഒരു കല്യാണത്തിന് വന്ന അത് കേട്ടിട്ട് അവര് വിളിച്ചിരിക്കുക. അവർക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല. അവര് വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് രസം എന്താന്ന് പറഞ്ഞാല് ചെറുക്കിന് തരുന്ന പ്രാധാന്യത്തൊക്കെ കൂടുതൽ ഞങ്ങൾക്കാ. നിങ്ങൾ പറഞ്ഞു എങ്ങനെ വേണം ഇവിടുന്ന് വേണം. കാരണം അവർക്ക് അത്രയ്ക്ക് അത് മനസ്സിൽ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക. പിന്നെ ഇതിനൊരു സംസ്കാരത്തിന്റെ ഭാഗമായതുകൊണ്ട് മുമ്പേ പറഞ്ഞല്ലോ, ആതിഥേയരുമുണ്ട് അതിഥികളുമുണ്ട്. ആതിഥേയരെ അതിഥികളെ സ്വീകരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വരന്റെ ആൾക്കാരെ മാത്രമേ നമ്മൾ വഞ്ചിപ്പാട്ട് പാടി സ്വീകരിക്കാറുള്ളൂ. പെണ്ണിന്റെ വീട്ടുകാരെ സ്വീകരിക്കാറില്ല. കാരണം അവരെ ആതിഥേയരാണ്. അവരെ അങ്ങനെ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സംസ്കാരമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പലരും പറഞ്ഞു ചോദിക്കാറുണ്ട് പെണ്ണിനെ കൂടെ സ്വീകരിച്ചുകൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇങ്ങനെയല്ല, പണ്ട് തൊട്ടേ ഒരു ചിട്ട. ഇപ്പോൾ ആറന്മുളയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു ചിട്ടയും ആ ഒരു രീതിയും ഒരിക്കലും നമ്മൾ മാറാൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ അവിടെ വരനെ മാത്രമേ സ്വീകരിക്കൂ. ഇപ്പം ഈ പല ഇവന്റ് കമ്പനീസും അല്ലെങ്കിൽ ഡെക്കറേറ്റേഴ്സും ഒക്കെ ആയിട്ട് പലരും ഇപ്പൊ നിങ്ങളെ വിളിക്കാറുണ്ടല്ലോ, ഈ നമ്മുടെ ഇവരെ സ്വീകരിക്കാൻ വേണ്ടി പല സ്ഥലത്തിലേക്ക് വിളിക്കാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വിളിക്കുമ്പോൾ അവരെന്താണ് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സൈഡിൽ നിന്ന് വേണ്ട സപ്പോർട്ട് എന്താണ് ഒരു കല്യാണത്തിന് വരുമ്പോഴത്തേക്ക്? ഒന്ന്, നമുക്ക് വേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ തിരക്ക് പിടിപ്പിക്കരുത്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഇവർക്കൊരു വെപ്രാളമുണ്ട്. ഇപ്പൊ നിങ്ങളെ പോലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പ്രശ്നമില്ല. പുതിയ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാരാണെങ്കിൽ അവർക്കൊരു വെപ്രാളമാണ്. ഈ ചെറുക്കനും പെണ്ണും മണ്ഡപത്തിൽ കയറുന്നിടം വരെ ഇവരുടെ ഉള്ളിൽ തീയാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ മിക്കവാറും എല്ലാവരും പെണ്ണിനെ സ്വീകരിക്കാനായിട്ട് മറ്റേ പാട്ടുമൊക്കെ സെറ്റ് ചെയ്തു. ഇത് എത്രയും പെട്ടെന്ന് അകത്തി എന്നിട്ട് അവർക്ക് അടുത്ത് തീർക്കണം. നമുക്കാണെങ്കിൽ ഇത് ഈ ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഒരു വരി പാടിയപ്പോ ഇത്രയും സമയം എടുത്തു. നമുക്കൊരു 4, 5 അല്ലെങ്കിൽ ഒരു 8 വരി കിട്ടിയെങ്കിൽ മാത്രമേ ഇത്രയും കാര്യങ്ങൾ അവിടെ പറയാൻ പറ്റത്തുള്ളൂ. നമ്മളെ തിരക്ക് വെപ്പിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ വരി കുറയ്ക്കേണ്ടി വരും. പക്ഷെ അത് കുറയ്ക്കുമ്പോൾ ഈ ഒരു വഞ്ചിപ്പാട്ടിന്റെ ഭംഗിയാണ് നമ്മളവിടെ ചെന്നത് വെറുതെ വൈകിട്ട് പോകുന്ന പോലെ. അപ്പൊ അതിനുള്ള സമയം നമുക്ക് ഒരു ഇച്ചിരി നേരത്തെ സ്വീകരിച്ചാൽ മതി. ഇവർ ആ ഒരു മുഹൂർത്തത്തിലേക്ക് നോക്കിയിരിക്കണ്ട. എപ്പോഴും വഞ്ചിപ്പാട്ട് പാടുന്നുണ്ടെന്നുണ്ട് നമുക്കൊരു 10 മിനിറ്റ് മുമ്പേ സ്വീകരിച്ച് മനസ്സിൽ കണ്ടുകൊണ്ട് ആ പാട്ട് തുടങ്ങി തീരുന്നത് വരെ ഉള്ള രീതിയിൽ നമ്മൾ പ്ലാൻ. നമുക്കപ്പോ അത്രയും നേരം കിട്ടും. നമുക്കപ്പോൾ അത്രയും നേരം അവിടെ പാടാൻ കിട്ടും. ഇപ്പൊ ആൾക്കാർക്ക് ഇത് കാണാൻ വേണ്ടിയിട്ടാണല്ലോ, ഇത് കാണാൻ വേണ്ടി മാത്രം കല്യാണത്തിന് വന്ന ആൾക്കാർ അവർ ചോദിക്കും വഞ്ചിപ്പാട്ടുണ്ടോ ഞങ്ങളെ കല്യാണത്തിന് വിടും. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ തലേന്ന് വീട്ടിൽ പോവുക, ഗിഫ്റ്റ് കൊടുക്കുക, തിരിച്ചു വരിക എന്നുള്ളത്. അപ്പൊ അതിന് ഭിന്നമായിട്ട്, കാരണം ഇപ്പൊ എല്ലാ കല്യാണങ്ങളും മിക്കവാറും ബന്ധുക്കളൊക്കെ വരാറുണ്ട്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞു ഇപ്പൊ രാഹുൽ ജിക്കൊക്കെ അറിയാം. അപ്പൊ അതിന് ഭിന്നമായിട്ട് ഇവർക്ക് അവിടെ വരാനുള്ള ഒരു അട്രാക്ഷൻ വേണം. ഇപ്പൊ കച്ചേരി ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും ഇവർക്ക് എവിടെയും കേൾക്കാൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെ കേൾക്കാൻ പറ്റില്ല, ലൈവായിട്ട് കേൾക്കാൻ പറ്റില്ല. അത് ലൈവായിട്ടുള്ള ഒരു പരിപാടിയാണ്. ലൈവായിട്ട് കേൾക്കുന്നത് മാത്രമല്ല കേൾക്കേണ്ട രീതിയും കേൾക്കുക. ഞാൻ ഒത്തിരി വള്ളപ്പാട്ടുകാർ ഇപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് പിന്നെ ഇപ്പൊ ചേട്ടനുണ്ട്, വേറെ 2-3 കുട്ടികളുടെ അങ്ങനെ അവിടെ തന്നെ പഠിച്ച കുട്ടികൾ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ ഇത് കൂടാണ്ട് 1-2 തവണ നമ്മൾ വിളിച്ചപ്പോൾ ചിലപ്പോൾ അത് കരയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അപ്പൊ അവിടെ കേൾക്കാൻ അത്രയും ഒരു സുഖം തോന്നും. ചിലപ്പോൾ താളത്തിന്റെ ഇതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വാക്കിന്റെ ഇതായിരിക്കും, അങ്ങനെയും പറ്റിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങളൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ടീം ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ ടീമിനകത്ത് മിക്കവാറും ഞങ്ങൾ വരിക, ഒന്ന് ഞാൻ മാലക്കര പള്ളിയോടത്തിൽ 1 പാടുന്നത്, ഒന്ന് എൻ്റെ കൂടെ വരുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം പൊന്നുംതോട്ടം പള്ളിയോടത്തിൽ 1 പാടുന്നത്, ഒന്ന് വരുന്നത് ശരത്ത് നെടുമ്പ്രയാർ പള്ളിയോടത്തിൽ 1 പാടുന്നത്. ഇങ്ങനെ പള്ളിയോടങ്ങളിൽ 1 പാടുന്നവരൊരു ടീമാണ് ഞങ്ങളുണ്ടായത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ഈ പാട്ട് പാടുമ്പോൾ 1 പാടുന്നവർക്കായിരിക്കും ഏറ്റവും സൗണ്ട് ഉള്ളവരെ 1 പാടും. ഇതിപ്പോ ഞങ്ങൾ വരുന്ന 5 or 10 പേരാണെങ്കിൽ ഈ 10 പേരും ഓരോ പള്ളിയോടത്തിന്റെ 1 പാടുന്നവരാകുമ്പോൾ അത്രയും സൗണ്ട് കയറി കിടക്കും. പിന്നെ 1 പാടുന്നവർക്ക് ഈ താളബോധം വളരെ കൂടുതലായി, കാരണം ഇവരുടെ നിന്ന് പോയാൽ മൊത്തത്തിൽ പോകും. അപ്പൊ ഈ 1 പാടുന്ന ഒരാൾ തന്നെയായിരിക്കും പാടുക,
ഒന്ന് പാടുന്നവർ തന്നെയാണ്, ഈ മെയിൻ പാടുന്നവർ തന്നെയാണ് ഏറ്റവും ആള്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഹൈ പിച്ചിൽ തന്നെ കിടക്കും, താളം എങ്ങും പോകില്ല. അപ്പൊ ആ ഒരു ലെയർ ഇതിന്റെ വളരെ കൃത്യമായിട്ട് നടക്കും. അതല്ലാതെ കരകളി നടത്തുമ്പോൾ ഇപ്പൊ ഞങ്ങളുടെ കരയിലാണെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ പാടുമ്പോൾ എന്റെ പുറകിൽ നിന്ന് പാടുക, ഇത് എവിടെയെങ്കിലും ഒക്കെ കുറച്ച് അവർക്ക് സ്ഥിരമായിട്ട് പാടുന്നവരല്ലോ, ആരെങ്കിലും ഒക്കെ വന്നു നിന്നായിരിക്കും പാടുക. അപ്പൊ അതിന് ആ ഒരു ഭംഗി വരില്ല. പക്ഷെ വഞ്ചി പക്ഷെ നമ്മൾ ടീമായിട്ട് വിളിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പോകാറുള്ളത് ഈ ഒരു ടീമാണ്. അങ്ങനെ തന്നെ വേണം. കാരണം നമ്മൾ കല്യാണത്തിന് വരുമ്പോഴത്തേക്ക് നല്ലൊരു ടീമിനെ തന്നെ വിളിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പലയിടത്തും ചില നമ്മുടെ നാട്ടിലുള്ള ഒരു 3-4 കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഇവിടെയുള്ള 2-3 പേര് പാടും എന്ന് പറഞ്ഞാൽ ചിലപ്പം അതിന്റെ ഒരു ഭംഗി അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇല്ല, അത് ഇതിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. കാരണം ഇങ്ങനെ ആണെന്ന് തെറ്റിദ്ധരിക്കും. അതെ അതെ. ഞങ്ങൾ തന്നെ ഇപ്പൊ പലയിടത്തും പോകുമ്പോ നേരത്തെ അവർ കേട്ടിട്ടുണ്ട്, അപ്പൊ അവർ കേട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെയാണോ എന്ന് ചോദിക്കും. ഞങ്ങളിപ്പോ പറയും ഇത് ഇങ്ങനെയാണ്, ഞങ്ങൾ നേരത്തെ കേട്ടുള്ളത് ഇങ്ങനെയല്ല. അപ്പൊ നമ്മൾ പറയുന്നത് ഓരോരുത്തരുടെ രീതിയിൽ പാടും, ഇത് ഇങ്ങനെയാണ്, ഇതാണ് ഇതിന്റെ കറക്റ്റ് സിസ്റ്റം. കാരണം ആ ഞങ്ങളുടെ വരുന്ന ടീമുകളിൽ എല്ലാവരും ഇതുപോലെ വഞ്ചിപ്പാട്ടുകളിൽ പഠിപ്പിക്കാൻ പോകുന്നവരാണ്. അവരൊക്കെ ധാരാളം പേര് പഠിപ്പിച്ചിട്ടുള്ളവരാണ്. അപ്പൊ നമ്മളിത് പഠിപ്പിക്കുന്നവരുമാണല്ലോ ഇത് തിട്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം നല്ല താളമാണ്, നല്ല ശബ്ദമാണ്, ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും. മിക്കവാറും ഇത് പാടുന്നവർക്ക് ടെൻഷൻ ആയി കഴിഞ്ഞാൽ ഇത് കുളമായും. പക്ഷെ ഇതിപ്പോ ഈ 5 പേരും ഒന്ന് പാടുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഇതെല്ലാം ഈ തൊണ്ട വെച്ചുള്ള പരിപാടിയാണ്. ഇപ്പൊ ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും തൊണ്ട നോർമൽ സൗണ്ടിലും അല്ല, നോർമൽ സൗണ്ടിലാണ്. ഇപ്പൊ സാധാരണ ഒരു ടീമുമായിട്ട് പോകുമ്പോൾ ഇപ്പൊ ഞാനാണ് ഒന്ന് പാടുന്നെങ്കിൽ പോകും, ഞാൻ അധികം ശബ്ദം എടുക്കത്തില്ല. കാരണം എന്റെ തൊണ്ട ഇടറിയ കൂടെ പിന്നെ പാടാനാണില്ല. പക്ഷെ ഞങ്ങൾ ഈ 5-6 പേര് പോകുമ്പോൾ എല്ലാവരും ഒന്ന് പാടുന്നുണ്ട്. ഇപ്പൊ എന്റെ തൊണ്ട ഇടറിയാലും വിഷയമില്ല, എന്നെ കേസ്പാട്ട് അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോഴത് നമ്മൾ പറയുക പോലും വേണ്ട, അവർ ഇതിനകത്ത് ലയിച്ച് നിൽക്കുന്നുണ്ട്. അവരെ തൊണ്ട ഇടറുന്നു തോന്നുമ്പോൾ തന്നെ അവർ കൂടെടുത്തുകളെ. അപ്പൊ എന്ന് പറഞ്ഞാൽ പാട്ട് അതുപോലെ തന്നെ ലൈവായിട്ട് നിൽക്കും. ഇതാണ് മെച്ചം. എങ്കിലേ ആ വഞ്ചിപ്പാട്ട് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതേപോലെയൊക്കെ തന്നെ എല്ലാവരുടെയും ഒരു ഇതാണ് നമ്മുടെ ആറന്മുള വള്ളസദ്യ. പാട്ട് പാടി സദ്യ മേടിക്കുന്ന ഒരു രീതി. പലരും നമ്മൾ ഈ പറഞ്ഞ പല ദൂരെയുള്ള ക്ലയൻസുകളെ കാണുമ്പോൾ നിങ്ങൾ പത്തനംതിട്ടയാണോ, ചില ചോദിക്കുന്ന ആറന്മുളയാണോ. അപ്പൊ ഈ വഞ്ചിപ്പാട്ടുമായിട്ട് സംസാരിച്ച് വരുന്ന സമയത്ത് അവിടെ എല്ലാം പാട്ട് പാടി സദ്യ ചോദിക്കുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ. അപ്പൊ അത് ശരിക്കും എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പാട്ട് പാടി? അതും ശരിക്കും അവിടുത്തെ ഒരു, ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ഈ ഭഗവാനുമായിട്ട്. ഈ തിരുവാറന്മുളയപ്പനെ പറയുന്നത് അന്നദാന പ്രഭു എന്ന്. എല്ലാ മാസവും അവിടെ എന്തെങ്കിലും പരിപാടിയുണ്ട്. ഭഗവാന്റെ ഏറ്റവും വലിയ വഴിപാടെന്ന് പറയുന്നത് അന്നദാനം, പ്രത്യേകിച്ച് ഉളിസദ്യ, ഭജന സദ്യ. കാരണം അവിടെ കുറെ ആശ്രിതരുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഏറ്റവും പുണ്യമുള്ള പരിപാടിയാണ്. ഭഗവാൻ എന്തും ചെയ്തു തരും എന്ന് പറയുന്നത്. പിന്നെയുള്ള ഭഗവാന്റെ ഏറ്റവും വലിയ വഴിപാടാണ് ഈ, കാരണം ഈ ഭഗവാന് കൊണ്ടുവരുന്ന ആഹാരം ഉണ്ടാക്കാൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വള്ളം ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഇതിന്റെ ചരിത്രം. അത് വെളുപ്പിനെ വരുന്നത് കൊണ്ട് എല്ലാവർക്കും കാണാൻ വേണ്ടി ഉത്രട്ടാതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടെ പോയി ഘോഷയാത്രയായി പോയാണ് പിന്നീട് അതൊരു മത്സരമായി. അങ്ങനെയാണ് ഉത്രട്ടാതി ജലമേള ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഭഗവാന്റെ ഈ പള്ളിയോടങ്ങൾക്ക് ഭക്ഷണം അല്ലെങ്കിൽ അന്നദാനം കൊടുക്കുക അല്ലെങ്കിൽ സദ്യ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു വഴിപാടാണ്. പക്ഷെ അതിന്റെ രസം എന്താന്ന് പറഞ്ഞാല് 44 കൂട്ടം വിഭവങ്ങൾ വിളമ്പിയിട്ടുണ്ട്. അപ്പൊ തന്നെ ഒരു ഇലയുടെ പകുതി മൊത്തം നിറയും, ഇങ്ങനെ സൈഡും കയറും. പിന്നെ അത് കൂടാതെ ഒരു 20-22 വിഭവങ്ങൾ വിളിച്ചു ചോദിക്കുകയും ചെയ്യും. ഇതിന്റെ ഒരു സങ്കല്പം എന്താന്ന് പറഞ്ഞാല്, ഇപ്പോൾ ഇതിന് കുറച്ച് ചടങ്ങുകളുണ്ട്. അതായത് ആദ്യം നമ്മൾ അവിടെ ചെന്ന് ഭഗവാനെ തൊഴുത് തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞാൽ 2 പറയോടം വെച്ചിട്ടുണ്ട്. 2 പറയോടം വെക്കും. ഒന്ന് ഭഗവാനും നിറയ്ക്കണം, ഒന്ന് പള്ളിയോടത്തിനും നിറയ്ക്കണം. അതിനുശേഷം ഇവര് മാലയും എല്ലാമായിട്ട് കരകളിൽ ചെന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, വെറ്റ പോലെയും മാലയും കൊടുത്തു കഴിഞ്ഞിട്ട് അവിടുന്ന് പാടി വന്നു കഴിഞ്ഞാൽ കടവിൽ നിന്ന് നമ്മൾ ഈ വരനെ സ്വീകരിക്കുന്നത് പോലെ ഇവര് നമ്മളെ സ്വീകരിക്കാനായിട്ട് മുത്തുക്കുടയും ഈ പറയുന്ന അഷ്ടമംഗലിയും എല്ലാമായിട്ട് നിൽക്കും. ഇവിടെ എല്ലാം പാടുന്ന ഭാഗങ്ങൾ വേറെ. അപ്പൊ അവിടെ നിന്ന് ഇവര് നമ്മളെ സ്വീകരിച്ചു കൊണ്ടുപോയി നമ്മളൊരു വലം വെച്ച് ഭഗവാന്റെ മുമ്പിൽ വെച്ച് പാടി നിർത്തും. അവിടെ നമ്മൾ അതിനുശേഷം നമ്മൾ നേരെ ഈ പറയുന്ന പന്തലിലേക്ക് ഉച്ചപൂജ കഴിഞ്ഞ വിളമ്പുള്ളൂ. ഇപ്പൊ ഈയിടെ ഉണ്ടായ ഒരു പ്രശ്നം പറയില്ല, കാരണം ഭഗവാനാണ് ആദ്യം ഭക്ഷണം, അത് കഴിഞ്ഞിട്ട് മാത്രമേ സദ്യ വിളമ്പാതിരിക്കും. അവിടെ വന്നു കഴിഞ്ഞാലും സദ്യക്ക് നമ്മൾ ചെന്നിരുന്നാലും നമ്മൾ ആരും അത് തൊടാറില്ല, എച്ചിലാക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഭഗവാൻ വന്നിരുന്ന് കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭഗവാനെ സ്തുതിക്കുന്ന ശ്ലോകങ്ങളുണ്ട്. ഇപ്പൊ ഉണ്ണിയായി പണ്ട് ഒരു ഉണ്ണിയൂട്ടിന് പോയ ഒരു ഉണ്ണിക്കണ്ണൻ തന്നെ ഉണ്ണാനിങ് എഴുന്നള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ആ ഭഗവാൻ തന്നെ നമ്മുടെ കൂടെ വന്നിരുന്ന് കഴിക്കുന്നുള്ളതാണ് സങ്കല്പം. ആദ്യം അതുകൊണ്ട് ഇലയിൽ വളർന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഓർഡർ ഉണ്ട്. നമ്മൾ ആദ്യം അകത്തെ പൂവും ചന്ദനവും ചോദിക്കും. അത് കഴിഞ്ഞ് ഭഗവാനെ നേദിച്ചിട്ടുണ്ട്, അത് ചോദിക്കും. അതിനുശേഷം നമ്മൾ ഓരോ വിഭവങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ആരോ ഒരാൾ ഭഗവാനാണെന്നുള്ള സങ്കല്പം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന ആരാ ഭഗവാൻ എന്നറിയില്ലല്ലോ. ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും ഭഗവാൻ വരാം. അപ്പോ ഭഗവാൻ ചോദിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ചോദിക്കുമ്പോഴുള്ള സങ്കല്പം. അതുകൊണ്ട് തന്നെ അത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ സദ്യയുടെ ഫലം കിട്ടില്ലെന്ന്. അതാണോ പാട്ട് പാടുമ്പോൾ അത് പാട്ട് പാടി ചോദിക്കാം, ശ്ലോകങ്ങളായിട്ട് ചോദിക്കാം. പക്ഷെ അവിടെ ഒരു നിബന്ധനയുണ്ട്, നമ്മൾ എല്ലാം കയറി ചോദിക്കാറില്ല. ഇതൊരു ആചാരത്തിനും അനുഷ്ഠാനത്തിനും വിധേയമായിട്ട് ഭഗവാനാണ് ചോദിക്കുന്നത്. ഭഗവാൻ കയറി മറ്റുള്ള കാര്യങ്ങൾ ചോദിക്കില്ലോ. ആ ഒരു സങ്കല്പത്തിൽ ആ ഒരു പേടിയോടെ സത്യം പറഞ്ഞ ചോദിക്കുക. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരൊരു വെല്ലുവിളി ഒന്നുമല്ല, ഭഗവാന് വേണ്ടിയാണ് ചോദിക്കുന്നത്. അത് എന്തെങ്കിലും ഒരു സാധനം ചോദിക്കുന്ന രീതിയിലൊന്ന്
ഇപ്പോ അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ആദ്യം നമ്മൾ ചൊല്ലുക, പൊന്നിൻ വിളക്ക് പൊട്ടിത്തൂത്ത് തുടച്ച് നന്നായി കർപ്പൂരമാം തിരികുമിട്ട് അതിൽ നെയ് നിറച്ച് ചെമ്മേ ചമച്ച് വിലസുന്നൊരു പന്തൽ തന്നിൽ മുൻപിൽ കൊളുത്തിയ വിളക്കിനെ ഞാൻ കൈ തൊഴുന്നേൻ എന്ന് പറയുമ്പോഴാണ് വിളക്ക് കത്തിക്കുക. അപ്പോഴേ വിളക്ക് കത്തിക്കുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഉണ്ണിയായി പണ്ട് ഒരു ഉണ്ണിയൂട്ടിന് പോയവരൻ ഉണ്ണിക്കണ്ണൻ തന്നെ ഉണ്ണാനിങ്ങെഴുന്നള്ളി ഉണ്ണികളാം അടിയങ്ങൾ തങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് ഉന്നതി വരുത്തിടാൻ സ്തുതിച്ചുടരുന്നേ എന്ന് പറയുമ്പോൾ ഭഗവാനെ നമ്മൾ പന്തലിലേക്ക് ക്ഷണിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന പൂവൊക്കെ ചോദിക്കുന്നവരുണ്ട്. ചോറ് വിളമ്പണമെങ്കിൽ പത്രം നിരത്തി വടിവോടിഹ പന്തി തോറും ചിത്തം കുളിർക്ക വിഭവങ്ങൾ പലതും വിളമ്പി വൻപാർന്ന പത്പിടകം ഇളക്കിയുണ്ണാൻ നല്ലൊരു തുമ്പമലരിൻ നിറമാർന്ന ചോറ് നൽകിയിടണം എന്ന് പറയുമ്പോൾ വഴിപാടുകാരനാണ് വന്ന് വിളമ്പി തരുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ സദ്യ പോലെ കേറ്ററിംഗാരല്ല. ഈ വഴിപാടുകാരൻ ആദ്യം അവിടെ ഇലക്കി വിളമ്പണം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പാട്ട് പാടുന്നു. ഇതിനിടയ്ക്കെല്ലാം വരികളുണ്ട്, ഇലക്കി വിളമ്പാനുള്ള വഴികളുണ്ട്. പിന്നെ ഈ പൂവും ഇത് ഒത്തിരി കുറെ ശ്ലോകങ്ങളുണ്ട്. ഇത് മാത്രമല്ല ഇത് പാടുന്നത് ശരിക്കും ഇത്രയും പതുക്കെയല്ല പാടുന്നത്, അത്രയും ആൾക്കാർ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് അപ്പുറത്ത് നിൽക്കുന്ന ഇത് എടുത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള സദ്യകളിൽ നിന്ന് ഭിന്നമായിട്ട് വിളമ്പാൻ ഒരാൾ കാണും. ഇവരിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഇത് അറിയാവുന്ന ഒരാൾ എടുത്തു തരാൻ കാണും. കാരണം നമ്മൾ ചോദിക്കുന്ന ഇയാൾ എടുത്തു തരണം, വേറെ കൊണ്ടുതന്നു കഴിഞ്ഞാൽ ഇവിടെ അത് പ്രശ്നമാകും. അപ്പൊ ഇതിങ്ങനെ നമ്മൾ പലതും മാറുവാൻ ചോദിക്കും. ഇപ്പോ ഭദ്രേ ഭഗവതി ഭദ്രകാളി മമ കുക്ഷി നിറപ്പതിനായി ഓടം തന്നെ ലിങ്ങെഴുന്നള്ളി ഒരു അടിയൻ തനിക്ക് തുണയും കരുതലുമായി ആ ഭദ്രകാളി തന്നെ ഉണ്ടാവേണം എന്ന് അടിയൻ ഇതാ വിളിച്ചു ചോദിക്കുന്നേ. ആ ഭദ്രകാളി തനിക്ക് അങ്ങേറ്റം പ്രിയമായുള്ളവരാ ചെന്തെങ്ങിൻ കരിക്കേ എന്ന് വിളിച്ചു ചോദിക്കും. ഈ ചെന്തെങ്ങിൻ കരിക്കേ എന്ന് വരുമ്പോൾ എല്ലാരും കൂടെ ആയിരിക്കും ചോദിക്കുന്നത്. അതൊരു ഭയങ്കര അപ്പൊ ഇങ്ങനെ ഇതൊരു രസമാണ്. അവർക്കും ബുദ്ധിമുട്ടില്ല, നമുക്കും ബുദ്ധിമുട്ടില്ല. ഇതെല്ലാം വഴിപാടുകാരൻ തരണം. അതാണ് ഇതിനകത്ത് ഒരു കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ ചോദിക്കുന്നതെന്ന് വഴിപാടുകാരൻ തന്നു കഴിഞ്ഞാൽ അവസാനം നമ്മൾ തൃപ്തിയായി എന്ന് പറഞ്ഞിട്ട് വഴിപാടുകാരനെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിർത്തും. അതിനുശേഷം ഈ പറയുന്ന കൊടിമരച്ചൂട്ടിലും ഇപ്പോൾ ഇത് പറഞ്ഞതുപോലെ പറ തളിക്കുക എന്നൊരു പറഞ്ഞൊരു ചടങ്ങുണ്ട്. അപ്പൊ ആ സമയത്ത് ഇതെല്ലാം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിനകത്ത് മുഴുവൻ സ്തുതികളും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഇവർക്ക് നന്മ കൊടുക്കണം, ഇവർക്ക് ദോഷങ്ങളെല്ലാം മാറിത്തരണം, നാളെ സൂചിച്ചതി മോദമോടെ വസിക്കണം, നാളികലോചനം തന്നെ നാമമാഹാത്മ്യ ദക്ഷിണ താമ്പൂലാദി, ഇങ്ങനെയുള്ള വരികളുണ്ട്. ഇതെല്ലാം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കിതൊക്കെ തന്നു, അതുകൊണ്ട് ഇവർക്ക് എല്ലാ ദോഷങ്ങളും മാറ്റിത്തരണം. നമുക്കിതൊക്കെ തന്നു, അതുകൊണ്ട് ഇവർക്ക് 1000 അരയും കൊടുക്കണം. നമുക്കിതൊക്കെ തന്നു, അതുകൊണ്ട് ഇവർക്ക് സന്താന പരമ്പര കൊടുക്കണം. ഇതെല്ലാം ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ്. ഇവര് നമുക്ക് തന്ന വഴിപാടിന് അവരുടെ സദ്യ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഇത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് ഉപചാരം ചെയ്ത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ വഴിപാട് നടത്തിയ ഇവർക്ക് ഭഗവാനെ എന്തെല്ലാം കൊടുക്കാമോ അതെല്ലാം കൊടുക്കണേന്ന് പറഞ്ഞ് ഇവരെ അനുഗ്രഹിക്കുക. അതിനുശേഷമാണ് ഇവര് ദക്ഷിണ തരിക. എന്നിട്ട് ഇവര് തിരിച്ച് നമ്മളെ കൊണ്ടുവന്ന് ഈ പറയുന്ന പള്ളിയുടെ കടവിൽ കൊണ്ട് തിരിച്ച് ഇവർ അതേപോലെ തന്നെ താല്പര്യം എല്ലാമായിട്ട് ഈ പറയുന്ന അഷ്ടമംഗല്യം എല്ലാമായിട്ട് തിരിച്ച് നമ്മളെ അവിടെ കൊണ്ടുവിടും. എന്നിട്ടാണ് നമ്മൾ പോവുക. അതൊരു ഭക്തിപരമായ ചടങ്ങാണ്. ശരിക്കും നമ്മൾ ഈ കല്യാണത്തിന് ഒരു വഞ്ചിപ്പാട്ട് വള്ളപ്പാട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ പുറകിൽ ഇത്രയും ഒരു കഥയുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഒരു ചരിത്രം ഉണ്ടെന്ന് പലർക്കും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന നമ്മളൊക്കെ വർഷങ്ങളായിട്ട് പാടുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഈ ആദ്യത്തെ ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി എന്ന് തുടങ്ങിയ നെഞ്ചത്തൊരു പാപ്പ് വരും. അപ്പൊ നമ്മൾ ഭഗവാനെ വിചാരിക്കും. കാരണം നമ്മുടെയൊക്കെ ഒരു വിചാരം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ആറന്മുള ഇപ്പൊ ബാക്കിയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ഇപ്പൊ നാടൻപാട്ട്, തെയ്യം, പടയണി, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ധാരാളം. ഇപ്പൊ പടയണി തന്നെ ഇപ്പൊ ഇവിടെ എലന്തൂര് പടയണിയുണ്ട്, കടമനട്ട പടയണിയുണ്ട്, ഈ പറഞ്ഞ നെടുമ്പ്രയാർ പടയണിയുണ്ട്. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അവിടേക്ക് ഇതിന് പല അവകാശികളുണ്ട്, ദേവിമാരുണ്ട്. ഇപ്പൊ തെയ്യമായാലും അങ്ങനെ, നാടൻപാട്ടായാലും അങ്ങനെ, ഇങ്ങനെയെല്ലാം ഒത്തിരി അവകാശമുണ്ട്. പക്ഷെ ആറന്മുള വഞ്ചിപ്പാട്ട് 52 കലകളിലും പാടുന്നുണ്ടെങ്കിൽ ഇതിന് ഒറ്റ അവകാശിയുള്ളൂ, അത് തിരുവാറന്മുളയാണ്. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി എന്ന് പറയുമ്പോൾ ഭഗവാൻ നോക്കും എന്നുള്ളതാണ് വിചാരം. അപ്പോ പാടുന്ന എല്ലാവരും ഈ ഒരു പേടിയോടായിരിക്കും പാടുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും വളരെ മര്യാദ പുരുഷോത്തമന്മാരായിട്ട് നിന്നേ പാടുള്ളൂ. കാരണം എപ്പോ വേണമെങ്കിലും തോന്നാം. ഈ ഇത്രയും ഹൈ പിച്ചിൽ പാടുമ്പോൾ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഇല്ലെങ്കിൽ ഒരിക്കലും ഇത് പാടി തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സദ്യ വയ്ക്കാറുണ്ട്. ഇത്രയും ശ്ലോകങ്ങള് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വരണമെന്നില്ല. അപ്പൊ ഇത് അതുപോലെ ഓർത്ത് വരണം എന്നുണ്ടെങ്കിൽ അവിടെയും ഭഗവാന്റെ തന്നെ. കാരണം നമ്മൾ ഭഗവാന്റെ പേരിലാണ് ഇതെല്ലാം ചോദിക്കുന്നത്, അല്ലാതെ നമ്മുടെ വൈഭവം കൊണ്ടല്ലേ. ഇപ്പൊ ഈ വഞ്ചിപ്പാട്ട് പോലും പാടുന്നത് ഭഗവാന്റെ. കാരണം ഇത് മോശമായി കഴിഞ്ഞാൽ അതിന്റെ പേരുദോഷം വരിക എനിക്കല്ല, ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഒരു വലിയൊരു കടാക്ഷമുണ്ട്, ആ ഒരു അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഈ പറയുന്ന കല്യാണത്തിന് നമ്മൾ പാടുമ്പോഴും ആ ഭഗവാന്റെ ഒരു അനുഗ്രഹവും ഭഗവാന്റെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. ഭഗവാന്റെ ഒരു അനുഗ്രഹം ആ പറയുന്ന വരനും വധുവിനും ഉണ്ട്. തീർച്ചയായിട്ടും അവരുടെ കുടുംബജീവിതത്തിൽ അതൊരു വലിയ മുതൽക്കൂട്ട്. അതേപോലൊക്കെ തന്നെ നമ്മുടെ ഈ വെഡിങ് പ്ലാനേഴ്സിന് ആറന്മുളയായിട്ട് വളരെ ബന്ധപ്പെട്ട അടുത്തൊരു സാധനമാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. മിക്കവാറും ഈ പറയുന്ന പോലെ അഷ്ടമംഗല്യത്തിനകത്ത് വെക്കാനും അതല്ലെന്നുണ്ടെങ്കിൽ ചില ഗിഫ്റ്റ് കൊടുക്കാനും പ്രീമിയം കോർപ്പറേറ്റ് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കാനായാലും നമ്മൾ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം ആറന്മുള കണ്ണാടിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു
ഇതൊരു യുണീക് പ്രോഡക്റ്റ്. കാരണം ഇത് വേറെ ഒന്നുമില്ല. അതിന്റെ വേറെ മോഡലുകൾ പലയിടത്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇത് ആറന്മുളക്കാരുടെ ഒരു തനത് സ്വത്താണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കഥ പറയുന്നത് ഈ പറയുന്ന മഹാരാജാവ് കുവിച്ചപ്പോൾ അതിനകത്ത് ഒരാൾ അദ്ദേഹം അവരുടെ കൂട്ടത്തിലുള്ളൊരു കാരണവർ ഇത് മെറ്റലാണ്, ഇതല്ലാതെ ഗ്ലാസ് അല്ല. ആ മെറ്റൽ പോളിഷ് ചെയ്തെടുക്കുന്നത് നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. കാരണം അവർ അതുപോലെ ഇപ്പം കുറച്ചൊക്കെ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഒരു മെറ്റൽ പോളിഷ് എടുക്കണമെങ്കിൽ അതിന്റെ കഷ്ടപ്പാട് ചില്ലറയല്ല. ഇരുന്ന് ഒരച്ചൊരച്ചൊരച്ച നമുക്ക് കഷ്ടം തോന്നും. അവരുടെ ചോദിക്കുന്നത് ഇത്രയും വിലയാണോ, അതിന്റെ കഷ്ടപ്പാട് ഉണ്ടാ നമുക്ക് സഹിക്കൂല. ഇനി രണ്ടാമത് ആ മെറ്റൽ അത് കൃത്യമായിട്ടല്ല ഉരയ്ക്കുന്നെങ്കിൽ അത് പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഈ ആറന്മുള കണ്ണാടിക്ക് വലിയൊരു കഷ്ടപ്പാടുണ്ട് അവരുടെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അതിന്റെ ഒരു വില അവർക്ക് കിട്ടുന്നുണ്ടോ സംശയം. കാരണം ഇത് ഒത്തിരി അങ്ങ് വില മേടിക്കാനില്ല. പിന്നെ ഇതിന്റെ ഒരു ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മുടെ ഇപ്പൊ വലംപിരി ശംഖ്, നമ്മുടെ ഒരു ഹിന്ദു കൺസെപ്റ്റ് ഉണ്ട്. വലംപിരി ശംഖ് വീട്ടിൽ വെച്ചാൽ ഭയങ്കര ഐശ്വര്യമാണ്, പോസിറ്റീവ് എനർജി ഉണ്ടാകും, കരിങ്ങാലി മാല ഇങ്ങനെയൊക്കെ പറയില്ലേ. ഇതുപോലെ തന്നെ ഈ ആറന്മുള കണ്ണാടി വീട്ടിലുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നു. ഇത് നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്യുന്ന പറയുക. അപ്പോ ഇതിനകത്ത് ഇത് പൂജാമുറിയിൽ വെക്കുന്ന വളരെ ഐശ്വര്യമാണ്. ഇത് ചിലർ ഇപ്പോൾ സ്റ്റാൻഡായിട്ട് ഇപ്പൊ പല രൂപത്തിലുണ്ട്. പണ്ട് വാൽക്കണ്ണാടി എന്ന് പറയുന്ന ഒറ്റ രൂപത്തിലുള്ളായിരുന്നു. അത് ഈ തട്ടിൽ വെക്കുന്നത്. ഇപ്പൊ നമ്മൾ സ്വീകരിക്കാൻ പോകുമ്പോൾ നമ്മൾ അവർക്ക് ഏറ്റവും ഇപ്പൊ സാധാരണ ഒരു ഇവിടുന്ന് മേടിക്കുന്ന ഒരു കണ്ണാടിയും കൊണ്ട് പോകുന്നതും ഈ ആറന്മുള കണ്ണാടി ആ തട്ടിലിരിക്കുന്നതും വലിയ വ്യത്യാസം. ഇപ്പൊ സാധാരണ ഒരു ചെറിയൊരു ഇത്രയുള്ള അഷ്ടമംഗല്യം ഉണ്ട്, ഇത്രയുള്ള അഷ്ടമംഗല്യം ഉണ്ട്. നിങ്ങൾക്ക് കൊടുക്കുന്ന വലിയ അഷ്ടമംഗല്യാണ്, ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് ആ അഷ്ടമംഗല്യം നമ്മൾ നോക്കണം ഇത് എവിടെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇവരെ സ്വീകരിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഏറ്റവും അമൂല്യമായതും കൊണ്ട് വേണം സ്വീകരിക്കാൻ. ഇപ്പൊ കൺമച്ചി തന്നെ ഇപ്പൊ സാധാരണ ഇവിടുന്ന് മേടിക്കുന്ന ആ ഒരു കറുത്ത ഇതിനോടും വെക്കാം, അത് വേറൊരു കുങ്കുമച്ചപ്പ് പോലുള്ള നല്ലൊരു മനോഹരമായ ഇതിലും. ഇപ്പൊ അലക്കി തേക്കാത്ത ഇപ്പൊ ചുരുണ്ടു കൂടി കിടന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു നെരിതം വെക്കാം, അതല്ലെങ്കിൽ നല്ല പുതിയൊരു നെരിതം. അത് ഈ പറയുന്ന നമ്മൾ അവരെ ഇത് കാണുമ്പോൾ അതിനകത്ത് മുതിർന്ന ആൾക്കാർ കാണും. നമ്മളെ സ്വീകരിക്കാൻ പോകുമ്പോ അവര് നോക്കും ഇതൊക്കെയാണ് ഇവരെങ്ങനെയാണ് നമ്മളെ സ്വീകരിക്കുന്നത്, ഇവർ നമ്മളെ സ്വീകരിക്കുമ്പോൾ ഈ പറയുന്ന സന്തോഷത്തോടു കൂടിയാണോ സ്വീകരിക്കുന്നത്. കാരണം വരന്റെയും വധുവിന്റെയും വീട്ടുകാർ തമ്മിൽ മാത്രമേ പരിചയം കാണുള്ളൂ, കരക്കാർ തമ്മിൽ പരിചയം കാണും. അപ്പൊ ആ ഞങ്ങളൊക്കെ അവിടുത്തെ കാരണവന്മാർ കൃത്യമായിട്ട് നോക്കും ഇതെങ്ങനെയാണ് സ്വീകരിക്കുന്നത്. നമ്മളും പല കല്യാണത്തിന് മുമ്പ് ഈ പറഞ്ഞൊരു അഷ്ടമംഗല താലത്തിനകത്ത് ഇങ്ങനെ ഓരോരുത്തർ വന്ന് നോക്കും അതെന്ത് 8 സാധനങ്ങൾ ഉണ്ടോ. ഞങ്ങളുടെ ഒരു കല്യാണത്തിന് സ്വീകരണം അങ്ങനെ താമസിച്ചിട്ടുണ്ട്. ഇത് മൊത്തം ഇല്ലാഞ്ഞിട്ട് അവര് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ കൂടുതലും വെക്കുമ്പോ ഈ പറയുന്ന ആറന്മുള കണ്ണാടിയും കാര്യങ്ങളും പുതിയ നേരിയതും ഇത് കാണുമ്പോൾ തന്നെ അവർക്കൊരു സന്തോഷമാണ്. അപ്പൊ ചെറിയ ചെറിയ എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ കൂടെ അവർ ശ്രദ്ധിക്കും. ഇല്ലെങ്കിൽ അവിടം തൊട്ട് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ചെറുക്കൻ ഇപ്പുറത്തായിരുന്നത് മാല അങ്ങനെ അല്ലായിരുന്നു വരേണ്ടത്, കുറി ഒട്ടിച്ചത് വളരെ പെട്ടെന്നായിരുന്നു, 2 ക്യാമറക്കാരെല്ലാം കൂടെ മുമ്പിൽ കയറി നിന്ന് ഒന്നും കാണാൻ പറ്റിയില്ല, അതിന് സ്ക്രീൻ ഇവിടെ പല കുറ്റങ്ങളുണ്ട്. പക്ഷെ ആദ്യമേ ഇവർക്ക് സന്തോഷം ഇതെല്ലാം. അതെ, ഇപ്പൊ അവര് പ്രതീക്ഷിക്കാത്ത സാധനമാണ് ഇപ്പൊ ആറന്മുള കണ്ണാടി വഞ്ചിപ്പാട്ട് എന്നൊക്കെ പറയുന്നത്. അവരുടെ ഉള്ളിൽ ഒരു കൺസെപ്റ്റ് വരും, മാലയിടും, നാരങ്ങ തരും, പിന്നെ ചിലപ്പോ ചിലയിടത്തൊക്കെ പനിനീര് കൊടയും, ചിലരുടെ കയ്യിൽ അത് കാണും, അതിനകത്ത് കൊടയാറില്ല. ഈ ഒരു കൺസെപ്റ്റ് വരുമ്പോഴാണ് ഇത്രയും ഗംഭീര സാധനങ്ങളായിട്ട് ഇപ്പൊ മിക്കവാറും കല്യാണങ്ങളിലൊന്നും ഈ പറയുന്ന താലം കത്തിക്കത്ത് പോകും. പക്ഷെ ആ കത്തിക്കാത്ത താലം എടുത്തുകൊണ്ട് പോകുന്നതും കത്തിക്കുന്ന താലം എടുത്തുകൊണ്ട് പോകുന്നതും രണ്ട് എഫക്ട്. ഇപ്പൊ നമ്മളൊരു ആംബിയൻസ് ഉണ്ടാക്കുമ്പോൾ അവര് നോക്കുമ്പോ ഇപ്പൊ കത്തിക്കുന്ന ഒരു താലമാണ് എടുത്തുകൊണ്ട് വരുന്നതെങ്കിൽ കൊള്ളാം, ഇവര് കുറച്ച് മെനക്കെട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ചില ദേവീ ക്ഷേത്രത്തിലൊക്കെ ഈ കത്തിക്കാൻ സമ്മതിക്കത്തില്ല. ചിലയിടത്ത് അവിടുത്തെ ഒരു ആചാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ നമ്മളിപ്പോ ഇപ്പൊ ആരാണ് ഇപ്പൊ എല്ലാവരും കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ താലികെട്ട് അമ്പലത്തിൽ, അത് കഴിഞ്ഞ് കല്യാണം ഏതെങ്കിലും ഹോളിലായിരിക്കും. അപ്പൊ അവിടെ ഏറ്റവും കളറാക്കാനേ നോക്കുള്ളൂ. അപ്പൊ അവിടെ ഈ പറയുന്ന മുതിർന്ന ആൾക്കാർ നോക്കുക ഇതെങ്ങനെയാണ് നമ്മളെ സ്വീകരിക്കുക. അപ്പൊ അവിടെ തൊട്ട് അവർ ശ്രദ്ധിച്ചു തുടങ്ങും. അപ്പൊ അവിടെ അവർ നോക്കുമ്പോൾ താരത്തിലിരിക്കുന്ന സാധാരണ കണ്ണാടിക്ക് വരാം ആറന്മുള കണ്ണാടിയാണെങ്കിൽ അവർ 50 മാർക്കിന് വരെ 80 മാർക്ക്. അപ്പൊ ആ ഒരു ആറന്മുള കണ്ണാടി വെച്ച് അവരെ സ്വീകരിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ കാര്യമാണ്. കല്യാണത്തിന് ഒരു ആറന്മുള കണ്ണാടി കൊടുക്കാന്ന് പറഞ്ഞാൽ അവരൊരിക്കലും അതെടുത്ത് കളയും. ഇപ്പൊ ബാക്കി പറയുന്ന ഈ പറയുന്ന രാഹുൽജിയുടെ കല്യാണം കഴിഞ്ഞ എന്റെ കല്യാണം കഴിഞ്ഞ നമുക്കൊക്കെ ധാരാളം ഈ കല്യാണത്തിന് ഇഷ്ടം പോലെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ അലമാരിക്കത്തിരിപ്പുണ്ട്. പൊട്ടിച്ച് ഒന്ന് നോക്കൂ എന്താ സാധനം നമുക്ക് ഉപയോഗപ്പെട്ടതാണ്. ആൾക്കാർ കൊണ്ടുതരുന്ന ഒരേ സാധനമായിരിക്കുന്നേ ഇതായിരിക്കും. പക്ഷേ ആറന്മുള കണ്ണാടി ആണെങ്കിൽ നമ്മൾ വെട്ടി വെക്കത്തില്ല, പകരം നമ്മൾ എവിടെയെങ്കിലും അത് കാണാൻ വെക്കും. അപ്പൊ അത് അവർക്കൊരു എന്താ പറയുന്ന അവർക്ക് എന്നും ഓർത്തിരിക്കാനുള്ള ഒരു ഗിഫ്റ്റ്. അപ്പൊ ഇതാണ് ആറന്മുള കണ്ണാടിയുടെ ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം. പിന്നെ അതിന്റെ മുന്നിൽ ഈ പറയുന്ന കുറെ ആൾക്കാരുടെ ഒരു വലിയ കഷ്ടപ്പാട്. അവരിപ്പോഴും ഈ ഒരു തനത് സമ്പ്രദായം വിടാതെ
അവരത് കൊണ്ടു നടക്കുന്നു. അതെ അപ്പൊ അതിന് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് കൂടെയാണ്. ആറന്മുളയുടെ ഒരു യൂണീക്ക് ഐറ്റമാണ് ഈ ആറന്മുള വഞ്ചിപ്പാട്ടും. ആറന്മുള ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കല്യാണത്തിന് ആറന്മുളയ്ക്ക് ഒരു വലിയൊരു പങ്കുണ്ട് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പത്തനംതിട്ടക്കാരൊക്കെ അവകാശപ്പെടാം. പക്ഷേ ഈ പറഞ്ഞ ഓരോ സ്ഥലത്തോട്ട് മാറുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കാലിക്കറ്റിൽ ഒരു ഇവന്റിന് ഒരു ക്ലൈന്റ് മീറ്റിംഗിന് പോയപ്പോൾ അവർ ആദ്യം പറഞ്ഞു നിങ്ങളുടെ അവിടെ ഒരു വള്ളപ്പാട്ടുണ്ടല്ലോ. അപ്പൊ അവരുടെ മനസ്സിലെ വള്ളപ്പാട്ട് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാനമേള ടീം പോലെ അല്ലെങ്കിൽ ഒരു ഫ്യൂഷൻ ടീം പോലൊക്കെ വന്ന് പെർഫോം ചെയ്യുന്ന ആൾക്കാർ കൈയടിച്ച് മാത്രമേ ഉള്ളൂ, ആർക്കറിയത്തില്ല. അപ്പൊ അതിന് പുറകിലെ ഇത്രയും കാര്യം ഇത്രയും ഇപ്പൊ തന്നെ നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് വിട്ട് ഇപ്പൊ കാലിക്കറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന മലപ്പുറമോ അതല്ലെങ്കിൽ ഈ കണ്ണൂരോ കാസർഗോഡോ ഇവിടെ പോകുമ്പോ ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് എന്തായാലും നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമല്ലോ ഇപ്പൊ രണ്ടുപേർക്ക്. അതെ അതെ. നിങ്ങൾ ഈ സാധാരണ എന്ത് സാധനങ്ങൾ നിങ്ങൾ സ്വർണ്ണമാല മേടിച്ചു കൊടുത്തോ അതിന് പകരം ഈ ആറന്മുള കണ്ണാടിയെ ഓർമ്മ കൊടുക്കുന്നെങ്കിൽ ഈ പറയുന്ന അവരുടെ ഉള്ളിലുള്ള കൺസെപ്റ്റേ മാറി. അതെ അതെ അതെ. കാരണം ഇത് അങ്ങനെയൊന്നും കിട്ടൂല. മറ്റേത് എവിടെയും കിട്ടുന്നത് വില കൂടുതല് ഈ പറയുന്ന സ്വർണ്ണമാലയ്ക്കായിരിക്കും. പക്ഷെ ആൾക്കാർക്ക് എന്താ പറയുക നമുക്ക് കിട്ടുന്ന സാധനത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു മൂല്യം. അതെ അതെ അതെ. കാരണം കിട്ടാത്തൊരു സാധനം കിട്ടുന്നതും കിട്ടുന്ന ഒരു സാധനം വിലയുള്ളതാണെങ്കിൽ കിട്ടുന്നപ്പോൾ വലിയ വ്യത്യാസം. അവരെന്തോ ഓർത്തിരിക്കും. ഇപ്പോഴാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ താഴെ മറ്റേ നെയിം ഒക്കെ അത് ഗംഭീരമായിട്ട് ഇപ്പൊ കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞ ഒരു ഇതുപോലെ അപ്പൊ അത് ശരിക്കും അവർക്ക് അവരുടെ ജീവിതത്തിൽ നിന്നും ഈ പറയുന്ന കല്യാണ ഫോട്ടോ പോലെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കല്യാണ ഫോട്ടോ കുറെ കഴിയുമ്പോൾ പൂത്തു, പക്ഷെ ഇത് പൂത്തില്ല. ഇടയ്ക്കൊന്ന് പോളിഷ് ചെയ്താൽ വീണ്ടും പഴയ പോലെ തന്നെ ഇരിക്കും. മനസ്സിലായി. അപ്പൊ ഇത് അവരുടെ തലമുറകളോളം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പണ്ട് ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ടീച്ചറോട് ഒരു ക്ലാസ് എടുക്കാൻ ചെന്നപ്പോ അവരുടെ 3 തലമുറ മുമ്പ് ഒന്നോ ആറന്മുളയിൽ വന്നപ്പോൾ മേടിച്ചുകൊണ്ടുപോയ കണ്ണാടി ഇപ്പോഴും ഇവിടെ ഇരിക്കുക. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല, ഇത് എങ്ങനെ വൃത്തിയാക്കണം. ഞാൻ പിന്നെ അവരോട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ചേട്ടന്മാരെ അവരുടെ കൊടുത്ത് പോളിഷ് ചെയ്ത് ഇപ്പം പോലും ഇരിക്കുന്നത് പഴയ മെറ്റൽ ആയതുകൊണ്ട് കളർ ഇപ്പോഴും അതുകൊണ്ട് ഗ്ലാസ്സിനൊന്നും പറ്റിയിട്ടില്ല. ഇതൊരു കേരള ഇപ്പൊ സംസ്ഥാന സർക്കാർ പോലും ഗിഫ്റ്റ് ആയിട്ട് കൂടുതലും കൊടുക്കുന്ന ഈ ആറന്മുള കണ്ണാടിയും പിന്നെ പള്ളിയോടത്തിന്റെ ഒരു അത് കാണുമ്പോൾ ഉള്ളൊരു എന്താ ഒരു മലയാളം തനിമ. മലയാളി എന്ന് പറയുന്നത് എറണാകുളത്തൊക്കെയുള്ള ഒത്തിരി ഇവന്റ് കമ്പനി വിളിക്കാറുണ്ട്, ഇവിടുന്ന് കുറച്ച് അറേഞ്ച് ചെയ്ത് തരാം. ഒത്തിരി പേർക്ക് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പുറത്തുള്ള മലയാളികളെ സംബന്ധിച്ചിട്ട് അവർക്ക് കേരളം എന്ന് പറയുമ്പോൾ അതിന്റെ ഉടനെ വള്ളംകളിയും പറയുന്ന ഓണമൊക്കെ ആണല്ലോ. അതുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ പ്രത്യേകത ഈ പിന്നെ നമ്മുടെ എന്താ പറയുക കുട്ടനാടൻ ആ ഒരു ടൈപ്പ് ഓഫ് വള്ളപ്പാട്ട് വെച്ച് നമുക്ക് ഒരിക്കലും സ്വീകരിക്കാനായിട്ട് പറ്റുന്നല്ലോ. അത് ഞാൻ പറഞ്ഞില്ല, അതിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇടിത്താളമാണ്. ഒരു ആവേശം ഇടിത്താളമാണ്. അത് ഈ പറയുന്ന ഇപ്പോ ഒരു എന്താ പറയുന്നത് ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു നമ്മളെ ഈ ഒരു തരത്തിലേക്ക് കൊണ്ടുപോകും ഒരു ആവേശമൊക്കെയാണ്. വെച്ചാൽ അവർക്ക് ഏറ്റവും പെട്ടെന്ന് ചുണ്ടൻവള്ളം എന്ന് പറയുക മത്സരത്തിനാണ് പ്രാധാന്യം. അപ്പൊ എത്രയും പെട്ടെന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്. അപ്പൊ നമ്മുടെ ആറന്മുള പാടാറുണ്ട് കേട്ടോ, അവര് ചിലയിടത്തൊക്കെ പാടാറുണ്ട്. അപ്പൊ ഈ ആറന്മുള വള്ളംകളിക്കും മത്സരത്തിന് നമ്മൾ ഈ പാട്ട് തന്നെയല്ലേ പാടുന്നത്? അല്ല, അതിന് നമ്മൾ തെയ്ത്തോന്നും ഒരു താളം ഇട്ട് കൊടുക്കും. പിന്നെ വെച്ചുപാട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇപ്പൊ ഈ പറയുന്നത് പതിഞ്ഞതാണെങ്കിൽ അതിനൊക്കെ കുറച്ചുകൂടി വേഗത ശ്രീ പത്മനാഭാതി അപ്പൊ തൊഴ കൂടുതൽ വീഴും. അതിന് വെച്ചുപാട്ടെന്ന് പറയും. വള്ളപ്പാട്ടുണ്ട്, വെച്ചുപാട്ടുണ്ട്, പിന്നെ അതുകൂടാതെ സദ്യപ്പാട്ടുണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് ഉണ്ട് അവിടെ. ശരി. എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് വീഡിയോ കാണുന്ന പലർക്കും ഈ വഞ്ചിപ്പാട്ടിന്റെ പുറകിൽ ഇത്രയും വലിയൊരു കഥയുണ്ടെന്നും അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയതിനും വളരെ സന്തോഷം. എന്തായാലും അപ്പൊ ഇനിയും നമ്മള് ഒത്തിരി പ്രോഗ്രാമിന് മുന്നോട്ട് ഒരുമിച്ച് സഹകരിച്ച് ഒരുമിച്ച് പോവാം. അതിനേക്കാൾ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭഗവാന്റെ കാര്യങ്ങളും ഈ പറയുന്ന ഇപ്പൊ എന്നെ പോലെയുള്ളവർക്ക് ഇപ്പൊ ഈ വഞ്ചിപ്പാട്ട് കലാകാരന്മാരെ സംബന്ധിച്ചിട്ട് ഇതിന്റെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറയാന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് നമ്മളെ. അപ്പൊ അതൊരു വലിയ അവസരമാണ് നിങ്ങൾ തന്നെ. അതിന് ഭഗവാന്റെ നാമത്തില് നന്ദിയുണ്ട്. സന്തോഷം. അപ്പൊ താങ്ക് യു.